ലോകത്തെ മുൻനിര ബ്രാൻഡുകളെല്ലാം കോടികൾ വാഗ്ദാനം ചെയ്ത് ക്യൂ നിൽക്കുമ്പോഴും മുൻ ഇന്ത്യൻ നായകൻ MS ധോണി തൻ്റെ ബാറ്റിൽ പതിച്ചിരിക്കുന്നത് പ്രൈം സ്പോർട്സ് എന്ന സ്റ്റിക്കറാണ്. പുതിയ IPL സീസൺ ആരംഭിക്കാനിരിക്കെ റാഞ്ചിയിൽ നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനം നടത്തുന്ന ധോണിയുടെ വീഡിയോയും ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നെറ്റ്സിൽ പരിശീലനത്തിനായി ധോണി ഉപയോഗിക്കുന്ന ബാറ്റിലെ പ്രൈം സ്പോർട്സ് സ്റ്റിക്കറാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം പ്രചരിച്ചതോടെ ആരാണ് ഈ സ്പോൺസർ എന്നായി പലരുടെയും അന്വേഷണം. ഒടുവിൽ അത് കണ്ടെത്തി. ധോണിയുടെ ബാല്യകാല സുഹൃത്തായ പരംജിത് സിംഗിൻ്റെ ഉടമസ്ഥതയിൽ റാഞ്ചിയിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് കടയുടെ പേരാണിത്. കരിയറിൻ്റെ തുടക്കത്തിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് ബാറ്റും മറ്റു ക്രിക്കറ്റ് ഉപകരണങ്ങളുമായി ധോണിയെ സഹായിച്ചത് സുഹൃത്തുക്കളും നാട്ടുകാരുമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ക്രിക്കറ്ററായി ഉയർന്നിട്ടും വന്ന വഴി മറക്കാതിരിക്കുകയാണ് ക്യാപ്റ്റൻ കൂൾ. ആദ്യമായല്ല ധോണിയുടെ ഇത്തരമൊരു ഇടപെടൽ. നേരത്തെ കരിയറിൽ ഉയർന്ന വിപണി മൂല്യത്തിൽ നിൽക്കുന്ന സമയത്തും ധോണി തൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. അന്ന് കോടികളുടെ കരാർ ഉപേക്ഷിച്ച് പ്രാദേശിക ബാറ്റ് നിർമ്മാതാക്കളായ BASൻ്റെ സ്റ്റിക്കറാണ് റാഞ്ചിക്കാരൻ തൻ്റെ ബാറ്റിൽ പതിച്ചത്. ഉടമയായ സോമി കോഹ്ലിയാണ് ഇക്കാര്യം പിന്നീട് വെളിപ്പെടുത്തിയത്. 2019 ഏകദിന ലോകകപ്പിലും ധോണിയുടെ ബാറ്റിൽ ഇടം പിടിച്ച ലോഗോ BASൻ്റേതായിരുന്നു. സാമ്പത്തിക വിഷയം അദ്ദേഹം പരാമർശിച്ചതേ ഇല്ലെന്നും നിങ്ങളുടെ സ്റ്റിക്കറുകൾ എൻ്റെ ബാറ്റിൽ പതിക്കൂ എന്ന് മാത്രമായിരുന്നു ധോണി പറഞ്ഞതെന്നും സോമി കോഹ്ലി പറഞ്ഞു. നിങ്ങൾ എന്നെ സഹായിക്കുമ്പോൾ കോടികൾ നഷ്ടമാകില്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചെങ്കിലും സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിക്കുക മാത്രമാണ് ക്യാപ്റ്റൻ കൂൾ ചെയ്തത്. ധോണിയും BASും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് 1998-ലായിരുന്നു. കുട്ടിയായിരുന്ന സമയത്ത് ധോണിയെ സഹായിക്കാൻ BAS മുന്നോട്ട് വന്നിരുന്നു. തൻ്റെ ആദ്യ അന്താരാഷ്ട്ര സെഞ്ചുറിയായ 148 റൺസ് നേടിയതും BAS സ്റ്റിക്കർ പതിച്ച ബാറ്റ് ഉപയോഗിച്ചായിരുന്നു. ഇടത്തരം കുടുംബത്തിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ച് ഇന്ത്യയുടെ നായക സ്ഥാനം വരെ എത്തിയ താരമാണ് MS ധോണി. കരിയറിൻ്റെ തുടക്കത്തിൽ നേരിട്ട വെല്ലുവിളികളെ അതിജീവിച്ചാണ് റാഞ്ചി സ്വദേശി നേട്ടങ്ങളുടെ നെറുകയിലേക്ക് നടന്നു കയറിയത്. ഇപ്പോൾ ഏകദേശം 1040 കോടിയാണ് ധോണിയുടെ ആസ്തി. MS ധോണിക്ക് മുമ്പും ശേഷവും എന്നിങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിനെ രണ്ടായി കാണുന്ന ആരാധകരുണ്ട്. ധോണിയുടെ നേതൃത്വത്തിൽ ഏകദിന 2020 ലോക കിരീടം ചൂടിയ ശേഷം മറ്റൊരു ICC നേട്ടം കൈവരിക്കാൻ നീലപ്പടക്കായിട്ടില്ല. 2019-ലാണ് ധോണി ദേശീയ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത്. അതിനുശേഷം നടന്ന 2020-ലും ഏകദിന ലോകകപ്പിലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലുമെല്ലാം ഇന്ത്യക്ക് കാലിടറി. 42-ാം വയസ്സിലും IPLലൂടെ ആരാധകരെ തൃപ്തിപ്പെടുത്തി മുന്നേറുകയാണ് ഈ ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ. ഓരോ സീസൺ കഴിയുമ്പോഴും വിരമിക്കൽ വാർത്തകൾ പ്രചരിക്കുമെങ്കിലും പുത്തൻ ലുക്കിൽ തല വീണ്ടും അവതരിക്കും. കഴിഞ്ഞ സീസണിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് CSK മറ്റൊരു കിരീടത്തിൽ മുത്തമിടുമ്പോഴും MSD മാജിക് ഉണ്ടായിരുന്നു. 2019 ജൂലൈയിൽ ന്യൂസിലൻഡിനെതിരെയാണ് അവസാന അന്താരാഷ്ട്ര മത്സരം കളിച്ചത്. ഇന്ത്യക്കായി 350 ഏകദിനങ്ങളിൽ നിന്നായി 10,773 റൺസ് നേടിയിട്ടുണ്ട്.